ഡിവൈഎഫ്ഐ പരിപാടിയിൽ ശശി തരൂരിന് ക്ഷണം. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് തരൂരിനെ ഡിവൈഎഫ്ഐ ക്ഷണിച്ചത്. മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്താണ് പരിപാടി. അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം, സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് എന്നിവരാണ് തരൂരിനെ ക്ഷണിച്ചത്. നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ ഉണ്ടെന്ന് തരൂർ ഡിവൈഎഫ്ഐ നേതാക്കളെ അറിയിച്ചതായാണ് വിവരം. സൈഫ് സൈനുലാബ്ദീനും ഡി ധനസുമോദും വിശദാംശങ്ങൾ നൽകും. ഇപ്പം ഡൽഹിയിൽ വി.കെ. സനോജ് ഡി ധനസുമോദിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. സുമോദ്, വി.കെ. സനോജും എ റഹീമും കൂടിയാണ് തരൂരിനെ ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. തന്റെ സൗകര്യം അദ്ദേഹം അറിയിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. സനോജ് എന്താണ് പറയുന്നത്? വി.കെ. സനോജ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റായ സരസ്വതിയിൽ പോയാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. 1-2 തീയതികളിൽ ചേരുന്ന ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ പുതിയ തലമുറയിൽ ഒരു മാറി വരുന്ന ഒരു വികസന സാധ്യത, പുതിയ സംരംഭം എന്ന വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ശശി തരൂരിനെ ക്ഷണിച്ചിരിക്കുന്നത്. ശശി തരൂര് എന്ത് പറഞ്ഞു, അദ്ദേഹം വരുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് സനോജിന് തന്നെ ചോദിക്കാം. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് കോൺഗ്രസ് വരെ പ്രതിഷേധ മാർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തരൂരിനെതിരെ. അപ്പോൾ കോൺഗ്രസിനിടയിലെ ഒരു ഗ്രൂപ്പ് തർക്കം, ഒരു ചേരിപ്പേര് ഇത് മുതലെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ഒരു മുന്നോട്ട് പോകുന്നത്? അല്ല, ഞങ്ങൾ ഈ മവാസോ എന്ന ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഒരു 3 മാസമായി ഇത് തീരുമാനിച്ചിട്ട് ഇതിൻ്റെ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട ലേഖനവും വിവാദമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യുവ സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുക, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ എത്തിക്കാൻ ആവശ്യമായ വിവിധ സെഷനുകൾ സംഘടിപ്പിക്കുക, ഏറ്റവും നല്ല യുവ സംരംഭകനുള്ള അവാർഡ് 1 ലക്ഷം രൂപയുടെ അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ പിച്ചിങ് കോമ്പറ്റീഷൻ, നല്ല ആശയമുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ആശയം അവതരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് 50,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിച്ചിങ് കോമ്പറ്റീഷൻ, വിവിധ വർക്ക്ഷോപ്പുകൾ, ബിസിനസ് അവാർഡുകൾ, വിവിധ സെഷനുകൾ, ഈ വിജയിച്ച സംരംഭകരുടെ ടോക്ക്, ഇതൊക്കെയാണ് പരിപാടി. ഇത് വളരെ മുന്നേ പ്ലാൻ ചെയ്തത്. ഇത് കഴിഞ്ഞ ഒരു 3 മാസമായി പ്ലാൻ ചെയ്ത. ശശി തരൂർ ഈ സെഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പ്ലാൻ ഇട്ടത് എപ്പോഴാണ്? അല്ല, ഞങ്ങൾ ശശി തരൂർ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ MP കൂടിയാണ്. ഈ പരിപാടി നടക്കുന്നത് തിരുവനന്തപുരത്താണ്. മാത്രമല്ല ശശി തരൂർ ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് അഭിപ്രായം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ പോലുള്ള ആളുകൾ ആ പരിപാടിയിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടത്തെക്കുറിച്ച് ശശി തരൂരിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ലേഖനം എഴുതുകയും അഭിപ്രായം പറയുകയും ചെയ്തു എന്നത് നല്ല പറഞ്ഞതിനോട് അദ്ദേഹം നീതിപുലർത്തുമെന്ന് അറിയാൻ കൂടിയാണോ ക്ഷണം? ഇല്ല, അങ്ങനെയല്ല. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ശശി തരൂർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ, ഞങ്ങളോട് പറഞ്ഞത് വളരെ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ആ പരിപാടി പങ്കെടുക്കാൻ ഞാൻ നേരത്തെ ഏറ്റുപോയ 1-2 പരിപാടികളുണ്ട്. പക്ഷേ നല്ല പരിപാടിയാണ്, എന്നെ വിളിച്ചതിൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വികസനത്തിന് പ്രത്യേകിച്ച് ഞാൻ രാഷ്ട്രീയം കാണാറില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ശശി തരൂർ പരിപാടിയിൽ വരുമെന്ന് ഉറപ്പില്ല? ഇല്ല, അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ച ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ല അവഗാഹമുണ്ട്. വളരെ കൃത്യമായ ഡാറ്റ വെച്ച് അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഞങ്ങളുടെ പരിപാടിക്ക് വരുന്നത് അത് പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടി. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ പൈസ ഇല്ല, മൂലധനമില്ല, പക്ഷേ ഐഡിയ ഉണ്ടെങ്കിൽ നിക്ഷേപകർ കൂടി ആ വേദിയിലേക്ക് കൊണ്ടുവരുന്നു, അവർ പരസ്പരം കൈമാറുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. ഇതിനോടൊക്കെ ഒരു ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം എങ്ങനെ? ഇങ്ങനെ ഒരു ഐഡിയയോട് എനിക്ക് ഒരുപക്ഷെ ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു യുവജന സംഘടന ഇത്തരത്തിൽ രാജ്യത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംഘടന ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയിൽ ഇപ്പം ജോയ് സെബാസ്റ്റ്യൻ, വിമൽ ഗോവിന്ദ്, ജെൻ റോബോട്ടിക്കിൻ്റെ സ്ഥാപകൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ഇപ്പോൾ ദേവിക ചന്ദ്രശേഖർ, അഫ്സർ സാലു, അതുപോലെ തന്നെ റമീസ് അലി, VKC മുഹമ്മദ് കോയ തുടങ്ങി വിവിധ വിഭാഗം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം ജെൻ റോബോട്ടിക്കിൻ്റെ ഒക്കെ കാലം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നമുക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള അതൊക്കെ ഒരു ഐഡിയയിൽ നിന്നുണ്ടായതാണ്. പണമില്ലാത്തവർക്ക് കൂടി ഈ ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിനോട് തരൂരിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ഒരു മൂലധനവും ഇല്ലാതെയാണ്, ഐഡിയ കൊണ്ടാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ വന്നത്. അതാണ് സ്റ്റാർട്ടപ്പിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി, ആ ചെറുപ്പക്കാരൻ ഒരു നല്ല ഐഡിയ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചാൽ ആ മികച്ച ഐഡിയക്ക് 50,000 രൂപ വെച്ച് ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ ഐഡിയ കേൾക്കാൻ വേണ്ടി ഈ നിക്ഷേപകർ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിക്ഷേപകർ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഐഡിയയിൽ പണം മുടക്കാൻ അവർ തയ്യാറാവും, അതൊരു സംരംഭമായി വളരും. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ.
അപ്പോൾ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും. അത് ശശി തരൂർ അല്ലാതെ മറ്റു പാർട്ടിയിലെ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല, ഞങ്ങളിപ്പോൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം മാർച്ച് 1-2 പരിപാടി. ഞങ്ങളിപ്പം പ്രധാനമായിട്ടും സംരംഭകരെയാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചത്. ഇനിയിപ്പം മന്ത്രിമാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നത് ഉണ്ട്. ചർച്ചയിൽ അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളടക്കം എങ്ങനെ കൂട്ടിവായിക്കേണ്ടതുണ്ട് സുമോദ്? കാരണം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ വലിയ തരത്തിലുള്ള ഒരു പുതിയൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് തരൂരിൻ്റെ വസതിയിലേക്ക് പോലും യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തരൂർ ഏതെങ്കിലും തരത്തിൽ പുറത്തു പോയാൽ അത് ഏറ്റെടുക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു പ്രതീകം കൂടിയാണ് ഇവിടെ DYFIയുടെ ഒരു ക്ഷണം എത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്, മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു പാർട്ടിക്കാരും വിളിച്ചിട്ടില്ല. ആദ്യം വിളിക്കുന്ന പുറത്തുനിന്നുള്ള ഒരു പാർട്ടിക്കാരൻ ശശി തരൂരാണ്. ഈ വിഷയം ശശി തരൂർ ഉന്നയിക്കുന്ന വിഷയം, അതായത് ഈ കേരളത്തിൽ വലിയ തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളൊക്കെ വലിയ തരത്തിൽ മികച്ച വിജയം നേടുന്നു എന്നുള്ളത് അദ്ദേഹം അത് പറയുന്നതിനോട് യോജിച്ച് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് കൂടിയായിട്ടായിരിക്കും അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മീഡിയ വണ്ണോട് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വന്നാൽ പോലും അദ്ദേഹത്തിനെയും ക്ഷണിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു പ്രശ്നം മുതലെടുക്കാൻ തന്നെയാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. DYFIയുടെ ഇന്നലത്തെ കമ്മിറ്റിയായിരുന്നു കാര്യം. ഈ തരത്തിലുള്ളൊരു കമ്മിറ്റി ഇന്നലെ ചേർന്നതിന് ശേഷം മാത്രമാണ് ശശി തരൂരിനെ ഇതിലേക്ക് ക്ഷണിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ശശി തരൂർ ഈ തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഏതെങ്കിലും പ്രഭാഷകനായിട്ട് പോലും അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യും എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിപ്പോൾ പരിപാടി ഒരു ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ദേശീയ സമിതിയുടെ കൂടി ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിനോട് ഇപ്പോൾ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഏതായാലും ശശി തരൂരിന് കോൺഗ്രസിന് മുന്നിൽ കുറച്ചുകൂടി അവർക്കൊരു ബാർഗൻ ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള കുറച്ചുകൂടി ധൈര്യം വന്നിരിക്കുകയാണ്. കാരണം ശശി തരൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹത്തിന് ഒന്നാമതായി ക്ഷണിച്ചിരുന്നില്ല. പല കമ്മിറ്റികളിലും അദ്ദേഹത്തിന് ഒരു തരം താഴ്ത്തിയാണ് കോൺഗ്രസ് കാണുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രശ്നം പുള്ളിക്കൊണ്ട്. മാത്രമല്ല 2 വർഷമായി രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നു. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഏതായാലും ഒരു കലാപക്കൊടി ഉയർത്തിയതോടെ ശശി തരൂരിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം എത്തുന്നു എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതിനൊരു കൂടുതൽ സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ DYFI അവരുടെ വേദിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.